ഷാർജയിലെ സഹാറ മാളിന് സമീപത്തെ 32 നിലകളുള്ള ആഡംബര ഫ്ലാറ്റിൽ സമ്പന്നരായ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവിടെ കുറേ മലയാളികളുണ്ട്. പൊതുവെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നവരെന്നാണ് പറയപ്പെടുന്നത്. പല വീടുകളെയും പ്രശ്നങ്ങൾ പുറംലോകം അറിയാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ വലിയ നിലവിളി ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴാണ് ആ ദാരുണമായ കാഴ്ച കണ്ടത്. ബഹുനില കെട്ടിടത്തിൽ നിന്ന് മകളെ വലിച്ചെറിഞ്ഞ് ജീവനൊടുക്കിയ യുവതി. കണ്ണൂർ അഴീക്കോട് സ്വദേശിനി ആർഷയുടെയും കുഞ്ഞിൻ്റെയും മരണം പല സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ 15ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് 5 വയസ്സുകാരിയായ മകളെ താഴേക്കെറിഞ്ഞ ശേഷമാണ് 35-കാരിയായ അമ്മ ജീവനൊടുക്കിയത്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് നിഖിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കണ്ണൂർ അഴീക്കോട് സ്വദേശിനി ആർഷയും ഏകമകൾ റൂഹിയും ഭർത്താവ് നിഖിലിനൊപ്പം ഷാർജ അൽ നഹദയിൽ സഹാറ മാളിന് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തിവരികയായിരുന്നു ആർഷ. നിഖിലിന്റെ പിതാവും സഹോദരനും ഭാര്യയും കുടുംബവുമെല്ലാം UAEയിൽ തന്നെയാണുള്ളത്. ആർഷയുടെ സഹോദരി അഷിതയും ഇവരുടെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് താമസം. ബുധനാഴ്ച രാവിലെ 7:15 ആയിരുന്നു പ്രവാസി സമൂഹത്തെ നടുക്കിയ ദുരന്തം. വലിയൊരു ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് റോഡിലും സമീപത്തെ നടപ്പാതയിലുമായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ സുരക്ഷാ സേന സ്ഥലത്തെത്തി പ്രദേശം പൂർണ്ണമായും വളഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. കേസ് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്ത് ഷാർജ പോലീസ് തുടർ നടപടികൾക്കായി ഫയലുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. നിലകളുള്ള കൂറ്റൻ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ 15ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് 5 വയസ്സുകാരിയ മകളെ താഴേക്കെറിഞ്ഞ ശേഷം യുവതി സ്വയം ചാടി ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെയും കെട്ടിടത്തിലെ ജീവനക്കാരുടെയും മൊഴി. യുവതിയുടെ ഭർത്താവ് നിഖിലിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് തലേദിവസം ഈ ഫ്ളാറ്റിൽ കുടുംബവഴക്ക് നടന്നതായും തുടർന്ന് പോലീസ് ഇവിടെ എത്തിയിരുന്നതായും അയൽവാസികൾ പറയുന്നു. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവുമായി യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. കഴിഞ്ഞ 7 വർഷത്തിലേറെയായി ഇവർ ഇതേ ഫ്ളാറ്റിലാണ് താമസം. സംഭവത്തിൽ ഷാർജ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.